OCM മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ നമ്മുടെ ഭക്തനാഥിൻ്റെ ഡ്രൈവ് ത്രൂന്ന് വന്നതാണ് കേട്ടോ. നിമിഷയ്ക്കൊരു ഫ്രാപ്പ മേടിച്ചുകൊണ്ട് പോകാനായിട്ട്. താങ്ക് യു. അപ്പം കിട്ടി കേട്ടോ. നേരെ വീട്ടിലേക്ക് പോകും. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ, അവർ വീട്ടിലുണ്ടേ. കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ ഒന്ന് പോയത് കേട്ടോ. അതുകൊണ്ടോ റൈസ് വിനേഗർ നമ്മളിന്ന് സ്പെഷ്യലായിട്ടൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. അത് പെട്ടെന്ന് ഞാൻ മാത്രം ഇറങ്ങിയത്, അല്ലെങ്കിൽ അവരെയും കൂടെ കൊണ്ടുപോകായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ റോഡ് സൈഡിലൊക്കെ പശുക്കൾ നിൽക്കുന്നു. ആരുടെ ഫാമാട്ടോ. അവിടെ ഒരു നിമിഷമൊക്കെ പുറത്തിറങ്ങിപ്പോണ്ടല്ലോ. കുഞ്ഞിൻ്റെ കൊച്ചെടി ആണോ? സാധനങ്ങളൊക്കെ എടുത്തോടി. നമ്മുടെ ഐറ്റം ഉണ്ടാക്കാനുള്ള സാധനം എല്ലാം മേടിച്ചിട്ടുണ്ട്. വിനാഗർ, ബ്രൗൺ ഷുഗർ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അജു ഇത് കൊച്ചിനെ കണ്ടില്ല എന്ന് ഡാഡി പറയുവാണെന്ന് കേട്ടോ. മീര, ഹൗ ആർ യു? ആണോ? ഇത് എന്നെ കളിക്കുവാണോ? എത്ര ദിവസമായി കണ്ടിട്ട്? ആണോ? സ്ലൈം കളിക്കണ്ടോ? ബാ അകത്ത് കയറാം. ബാ ഡാഡി സൂത്രം ഉണ്ടാക്കി തരാം കേട്ടോ. കുതിര പോണല്ലോ, ചാടി ചാടി പോണോ എനിക്ക്. ഓ ഇതെന്നാ? ഓക്കെ, ഇതെന്നാ മീര? ഇതെന്താ മീര? സ്ലൈം ആണോ? ആര് മേടിച്ചു തന്നേ? ആഹാ. ഇന്ന് എന്റെയും മിറക്കുട്ടന്റെയും എന്താ പറയാ ഷോപ്പിംഗ് ഡേ ആയിരുന്നു കേട്ടോ. എന്നെ കൊണ്ടുപോയില്ല കേട്ടോ. ഇന്ന് ഇച്ചാരെ കൊണ്ടുപോയില്ല, അതുകൊണ്ട് ഇച്ചിരി പൈസ അയച്ചാൽ ചാർജ് എത്രയായി? ഇച്ചിരി പൈസയായി. എന്നാ തുറന്നുതരാം. മിറക്കുട്ടന്റെ ചെരുപ്പ്, മിറക്കുട്ടൻ 2 ചെരുപ്പ് അല്ല മിറ, മിറക്കുട്ടൻ 2 ചെരുപ്പ്. മേടിച്ചല്ലേ ഉള്ളൂ, പിന്നെ വേറൊരു ചെരുപ്പൂടെ മേടിച്ചു. എനിക്കൊരു ചെരുപ്പ് വീട്ടിൽ ഇടാൻ, തണുപ്പൊക്കെ വരികയല്ലേ ചായ, മറ്റത് പോയി. അതുകൊണ്ട് തണുപ്പത്ത് ഇടാനായിട്ട് ഞാൻ നമുക്ക് പിന്നെ ഒരു ബിഗ് ഡബ്ല്യൂ വീട്ടിടാ ഒരു ചെരുപ്പ്. അല്ലാണോ? ശരി, നിങ്ങൾ ഭയങ്കര ഷോപ്പിംഗ് ഭയങ്കര എത്ര നേരം എടുത്തറിയാം ബിഗ് ഡബ്ല്യൂ. ഞങ്ങള് ഇഷ്ടം പോലെ സമയം എടുത്തു ബിഗ് ഡബ്ല്യൂല് നിന്ന്. പക്ഷെ ഇതിനകത്ത് ഇവര് വേറെ ചോക്കിംഗ് ഹസാറുണ്ട്, ഈ 2 കുഞ്ഞു സംഭവം. പക്ഷെ ഇവിടെ വെച്ചിട്ട് വലുതല്ല, ഈ പ്രായത്തിലുള്ളവർക്ക് ചെയ്യാം കേട്ടോ. ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം സ്ലൈം ആക്കാനായിട്ട്. ഇതുണ്ടോ നല്ലൊരു ജെല്ലി സ്ലൈം വേണം. നമുക്ക് നമ്മുടെ മേത്ത് പറ്റും തോന്നുന്നില്ല, പക്ഷെ ഇത് പറ്റത്തില്ല കേട്ടോ എന്ന് വിശ്വസിക്കുന്നു. നനവൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടെ മറ്റേ കൂടെ സ്ലൈം ആട്ടോ, എന്താ പറയാ, കുറച്ചും കൂടെ കട്ടിയുള്ള സ്ലൈം. പക്ഷെ അങ്ങനെ നമ്മുടെ ഡിഷ് ഉണ്ടാക്കാനുള്ള ഗാർലിക് എന്തൊക്കെ വേണം അധികം ഐറ്റംസ് ഒന്നും വേണ്ടടി. ഇതൊരു ഫിലിപ്പീനോ ഡിഷ് ആട്ടോ. നമ്മുടെ ഫിലിപ്പീനോ ഡിഷാണ്, ഫിലിപ്പീൻസുകാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലോ കണ്ടതാണ്, റീലില് കണ്ടതാണ്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക്. ഇത് ചിക്കൻ കുറച്ച് നേരം നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം, ഒരു 1-2 മണിക്കൂർ. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി നമ്മള് ചിക്കൻ വിങ്സും കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പടയെന്നൊന്നും ഉണ്ടാക്കി എടുക്കാം. നിങ്ങൾ എല്ലാവരും കാണിക്കാൻ കേട്ടോ, അല്ലേ? അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി എല്ലാം നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് ചിക്കൻ വിങ്സ് കൊണ്ടാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നിമിഷാല വിങ്സ് ആയിട്ട് തന്നെ മേടിച്ച് ചിക്കൻ വിങ്സ് കൊണ്ടാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് വേവുമല്ലേ ചായ? ഞങ്ങൾക്ക് ഇവിടെ വിങ്സ് ഏറ്റവും ഇഷ്ടം കേട്ടോ. വിങ്സ് നല്ലതാ. ശരിക്കും ഇതിന് ചിക്കൻ തൈ ആണെങ്കിൽ ഏറ്റവും നല്ലത്. ചിക്കന്റെ തൈ ഇല്ലേ, തൈ പീസ് ഏറ്റവും നല്ലത് കേട്ടോ. എങ്ങനെ വേണം ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസ് വെച്ച് ഉണ്ടാക്കാം. അഡോബോ ചിക്കൻ. അപ്പം ചിക്കൻ അഡോബോയ്ക്കകത്ത് അവര് മെയിനായിട്ട് ചിക്കൻ്റെ തൈയാണ് യൂസ് ചെയ്യുന്നത് ഫിലിപ്പീൻസുകാര്. നമുക്കിപ്പോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലെ, റെസിപ്പി കറക്റ്റ് ആയ പോലെ. ഇവിടുത്തെ പിന്നെ വലിയ കാര്യമായിട്ടൊന്നും കഴുകേണ്ട കാര്യമില്ല അല്ലേ? നമ്മളൊരു 3-4 വർഷം കഴുകും കേട്ടോ. നല്ല നീറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നല്ല വൃത്തിയാക്കിയൊക്കെ നമുക്ക് കിട്ടുന്ന കേട്ടോ. രാവിലത്തെ മുട്ടക്കറിക്കകത്ത് ഒരു മുട്ട മാത്രമേ ഉള്ളൂ. മുട്ട വിഷമിച്ചിരിപ്പുണ്ട് അവിടെ. ഞാൻ ഉച്ചക്ക് കഴിച്ചു. ഏകനായി പോയിട്ട് ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട്. അതെ, ഞാൻ ഉച്ചക്ക് കഴിച്ചു, ഞാൻ രാവിലെ കഴിച്ചല്ലേ. നമുക്ക് മിച്ചിന് രാത്രി എല്ലാം കൂടെ കൂടി തട്ടാലേ.
നമ്മൾ ഇന്നലെ ഒരു സ്പെഷ്യൽ വഴുതനങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ അത് എന്തോ ഒരു സാഹചര്യങ്ങളിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പ്രത്യേക സാഹചര്യങ്ങൾ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിൽ അത് സ്പെഷ്യൽ എടുക്കണം. നമ്മുടെ ഇവിടെ ഉണ്ടായ ഇനി ഉണ്ടോ വെച്ചാൽ കത്രിക ഇല്ല, നമുക്ക് പുറത്തുനിന്ന് മേടിച്ച് കാണിക്കാം. നമ്മുടെ ഓൺ എങ്ങനെയുണ്ട് വെച്ചാൽ കറി ഇഷ്ടപ്പെടാം. സൂപ്പർ വഴുതനങ്ങ മെഴുക്കുവരട്ടി. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. കുറച്ചും കൂടെ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ മാരിനേഷനുള്ള ഒരു ബേസ് ഉണ്ട് കേട്ടോ, അത് നമുക്ക് ഉണ്ടാക്കാം. മെയിനായിട്ട് വേണ്ടത് ഇത് ലൈറ്റ് സോയ സോസ്, ഡാർക്ക് സോയ സോസ്, പിന്നെ കുറച്ച് വിനാഗിരി വേണം കേട്ടോ. വിനാഗിരി നിങ്ങൾക്ക് നമ്മുടെ റൈസ് വിനേഗർ ആണെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ സാധാരണ വിനാഗിരി യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ബേ ലീഫ് വേണം, ഒരു സ്പൂൺ ബ്രൗൺ ഷുഗർ വേണം, പിന്നെ വേണ്ടത് കുരുമുളകിന്റെ നമ്മുടെ പെപ്പർ കോൺസ് ഇല്ലേ, പെപ്പർ കോൺസ് വേണം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഇതിനകത്ത് ലൈറ്റ് സോയ സോസ് ഒഴിക്കാം. 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയ്ക്ക് ഒഴിക്കണം കേട്ടോ. അത്യാവശ്യം നമുക്ക് നല്ല മാരിനേഷൻ വേണം. ലൈറ്റ് സോയ സോസ് രണ്ട് ടൈപ്പ് സോയ സോസ് ഉണ്ടല്ലേ? ലൈറ്റും ഉണ്ട്, ഡാർക്കും ഉണ്ട്. ഡാർക്കിന് കുറച്ച് ചുവ കൂടുതലായിരിക്കും. ഇത് ഞാനൊരു 1/4 കപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ, 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ ചിക്കൻ നമുക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1 കിലോയ്ക്ക് അടുത്ത് ചിക്കൻ ഉണ്ട്, ഏകദേശം ചിക്കൻ വിങ്സും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ഡാർക്ക് സോയ സോസ് ഒഴിക്കാം കുറച്ച് കേട്ടോ, ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ ഡാർക്ക് സോയ സോസ്. അതിന് ഇച്ചിരി കുത്തൽ കൂടുതലുണ്ട്. ഒരു 3 കുഞ്ഞ് ബേ ലീഫ് ഇട്ട് കൊടുത്തു. റൈസ് വിനേഗറാണ് ഇത്. റൈസ് വിനേഗർ കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കണേ. 2 ടേബിൾ സ്പൂൺ കേട്ടോ. ഒരു ടീസ്പൂൺ ഇടാം കേട്ടോ, നമുക്കധികം മധുരം വേണ്ട, അതായത് നമ്മൾ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. മധുരമുള്ള ചിക്കൻ അയച്ചാ 1 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ. ഇത് ഈ ചൈനീസ് കുക്കിങ്ങിലൊക്കെ ഉള്ളതാണ് ഈ ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗർ അവരുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒരു 6-7 എണ്ണം കേട്ടോ, നിങ്ങളുടെ എരിവിനനുസരിച്ചൊരു 6-7 എണ്ണം കേട്ടോ. കുറച്ചും ഇടാം അല്ലേ. 6-7 പെപ്പർ കോൺ കൂടെ ഇട്ട് കൊടുത്തു, 8-10 ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അതെ ഇത്രേ ഉള്ളൂ കേട്ടോ, നമ്മുടെ മാരിനേഷനുള്ള സംഭവം ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ചിക്കൻ ഇനി ഇതിൻ്റെ അകത്തേക്കൊന്ന് ഇട്ട് ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം, 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഈ ബേസ് എല്ലാ ചിക്കനിൽ പിടിക്കണം. ഓക്കെ, ചിക്കൻ പയ്യെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അതിൻ്റെ അകത്തൊന്ന് കിടന്ന് ഒന്ന് പൊതിഞ്ഞ് കിടന്ന് എല്ലാം ഒന്ന് പിടിക്കട്ടെ. പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ സോസും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മാരിനേറ്റ് ചെയ്യാം. അപ്പോഴേ ഞങ്ങളെ ചെറിയൊരു സംഭവം മറന്നു കേട്ടോ. ഗാർലിക്കൊക്കെ വലിയ കാര്യത്തിന് ചതച്ച് വെച്ചതാ, അത് ഇടാൻ മറന്നുപോയി. അത് നിമിഷം നീ എന്നെ ഓർമ്മിക്കാത്ത 5 ഗാർലിക്ക് ചതച്ചത് അതുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കൻ എങ്ങനെ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നിമിഷം ചൂട് ചായ ഉണ്ടാക്കാൻ പോകണം. എന്റെ വക ഒരു സ്പെഷ്യൽ ചായ. ഞങ്ങളെ വല്ലപ്പോഴും ഇവിടെ ചായ ഉണ്ടാക്കാറുള്ളൂ. ആണ്ടിന് സംക്രാന്തിക്കാണ്. അതെ, എന്റെ പിച്ചാ എന്നോട് പറഞ്ഞ നിമിഷം ഒരു ചായ ഇട്ട് താടി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിന് വേണ്ടിട്ട് ഒരു ചായ, നല്ലൊരു ചായ കുടിക്കാൻ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് 2 പുതിയ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാനല്ല, ഒരു സാധനം ഞാനിവിടെ പോയി ഞാൻ മേടിച്ചു കേട്ടോ. 2ാമത്തെ സ്ഥാനത്ത് എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല, പക്ഷെ അടിപൊളി സാധനം കേട്ടോ. ഞാനില്ലായിരുന്നു അപ്പോഴാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇതുണ്ടോ, ഞങ്ങളുടെ പുതിയ മേക്ക് ഓവർ ആണ്, ഡൈനിങ് ഏരിയ. വീട്ടിലേക്ക് കുറച്ച് മേക്ക് ഓവർ നടത്തി കേട്ടോ. ഇത് കണ്ടോ, എല്ലാവരും അഭിപ്രായം പറഞ്ഞോട്ടെ. ടേബിൾ റണ്ണർ മേടിച്ചു. ഈ ടേബിള് ഭയങ്കര വേക്കന്റ് ആയിട്ട് കിടക്കുവാന്നല്ലേ. കാരണം എന്താ വെച്ചാൽ പിള്ളേരുള്ളതുകൊണ്ട്, നമ്മള് ചെറിയ പിള്ളേരായതുകൊണ്ട് അവര് പിടിച്ച് വലിക്കും കേട്ടോ. ഇപ്പോഴും 2-നും ഇതിന്റെ മണ്ടയിലായിരുന്നു ഏറ്റവും വരുമ്പോ മിക്കാറും വലിച്ചു താഴെ. പക്ഷെ അവൻ എടുക്കാൻ പറ്റില്ല ഈ സാധനം. മറ്റേ നമ്മളിങ്ങനെ മേശ കയറും, പക്ഷെ ഈ പൊങ്ങിയിരിക്കുന്നൊക്കെ എടുത്ത് ഇങ്ങനെ തട്ടി അങ്ങ് ഇടും. ഇതെന്ന് പറഞ്ഞ അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. ഇത് നല്ലൊരു ഇച്ചാന്റെ സെലക്ഷൻ ആണ്. ഇത് ഞാനില്ലായിരുന്നു. ഇത് ട്യൂലിപ്പ്, നല്ല ഫ്ലവർ, അതുപോലെ തന്നെ ഇതുണ്ടോ, ഇതൊരു ഷെല്ലാട്ടോ. നമ്മളൊരു പാത്രം ഇങ്ങനെ നമ്മുടെ ടേബിളിന്റെ നടുക്ക് വെക്കാനായിട്ട് മേടിച്ചു. ദൂരെ നോക്കുമ്പോ നമ്മുടെ ഈ മുല്ലപ്പ് മുട്ട് പോലെയൊക്കെ ദൂരെ കാണാൻ ഭയങ്കര രസമാട്ടോ. പക്ഷെ ഇത് അടുത്ത ശരിക്കും ഇത് ട്യൂലിപ്പാണ് കേട്ടോ, ട്യൂലിപ്പ് ഫ്ലവർ ആണ് ഇത്. പിന്നെ വേറൊരു സംഭവം ഇവിടെ, ഇത് അടിപൊളിയല്ലേ. ഇത് നിമിഷയുടെ കൂടെ സെലക്ഷൻ ആട്ടോ. ഇത് ഞങ്ങൾ 2 പേരുടെ ഒരുമിച്ച് മേടിച്ചാണ് കേട്ടോ. എങ്ങനെയുണ്ട് സംഭവം? സൂപ്പറാണ്, അടിപൊളി. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. ഈ ഏരിയ നേരത്തെ വേക്കന്റ് ആയിട്ടിരിക്കുവായിരുന്നു കേട്ടോ, അവിടെ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ആ ഗ്യാപ്പ് നമ്മള് അങ്ങനെ ഫില്ല് ചെയ്തല്ലേ മേടിച്ചാണ്. അതുപോലെ പുറത്തൊരെണ്ണില്ല, പക്ഷെ പുറത്തൊരു ചെടിയുണ്ട് കേട്ടോ. ഈ സെയിം വാസിൽ തന്നെ ഒരു ഗ്രീൻ പ്ലാന്റ് ആണ് കേട്ടോ, ഒരു വാഴയുടെ ഒക്കെ ഒരു. അത് കാണിച്ചു കൊടുക്കാം, അത് കാണിക്കാൻ പറ്റും. ഇപ്പൊ കാണിക്കാം.
പുറത്ത് നമ്മളൊരു ചെടി മേടിച്ചു വെച്ചു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ചെടി. എവിടെ നിഷ? ഇത് ആ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ അടുത്ത പ്ലാന്റ്. ഏത് പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമായത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഏതാണ് മൂന്നില് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണം. നിഷ പാല് തിളച്ച് മറിഞ്ഞല്ലോ. ജസ്റ്റ് നിഷ പ്ലാന്റ് ഇച്ചിരി പറഞ്ഞു അയ്യോ നമ്മള് ചെടി നോക്കാൻ പറഞ്ഞിട്ടാ പോയത്. ആ കുഴപ്പമില്ല, തുടങ്ങി. അതറിയില്ല, പാല് തിളച്ച് വീഴുന്ന ഐശ്വര്യ എന്ന് പറയുന്നത്. അതല്ല, നമ്മള് വീട് കയറി താമസത്തിന് പാല് തിളച്ച് താഴെ കളയില്ലേ, അതൊക്കെ ഐശ്വര്യ. മനസ്സിലായോ? അതിരപ്പം ഇപ്പം കൊള്ളില്ലാന്നല്ല, അങ്ങനെ ശരിക്കും അറിയാതെ പോകുന്നു. പാല് തുളുമ്പി പോകുന്നത് ഐശ്വര്യ. മേള് വരെ വന്നങ്ങ് നിക്കൂന്ന് പറഞ്ഞു. കുറച്ച് പാലേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ പിള്ളേരെ ഇവിടെ എന്നാ മറക്കൂട്ടാ? ഇത് ഡാഡിയോട് വഴക്ക് കുടിക്കുന്ന എന്നാ മറക്കൂട്ടാ? അവളുടെ തല ഇത് കെട്ടി കൊടുക്കാൻ പറഞ്ഞിട്ട് എന്നാ പറ ഡാഡി കെട്ടി. ഓ മോനയുടെ മുടി കെട്ടി കൊടുക്കണോ? ഇന്ന് മേടിച്ച മോനാ, പനങ്കുല പോലത്തെ മുടിയാട്ടോ നോക്കി. ശരിക്കും മോനയ്ക്ക് ഡിസ്നി പ്രിൻസസ് ആണ് കേട്ടോ. അവരത് ശരിക്കും മോനയ്ക്ക് മോനെ മുടി കെട്ടി വെക്കാറില്ല, ഇങ്ങനെ വെച്ചേക്കണം. എപ്പോഴും മുടി അഴിച്ചായിടണം കേട്ടോ. മിറയുടെ മുടി കെട്ടിക്കൊടുത്ത് മോനയുടെ മുടി കെട്ടണ്ട മിറ. സൂപ്പർ ആയില്ലേ? ഡാഡി ചായ കുടിക്കട്ടെ? അമ്മ നല്ല സൂപ്പർ ചായ ഉണ്ടാക്കി. Very nice. Okay. You want drink? No. Okay. Daddy can drink, okay? Okay. I'm not a boy. You know? Yeah. I'm not a boy. You're not a boy. I didn't say you. ആരും പറഞ്ഞില്ലല്ലോ. I am girl. ബോയ്സാ ചായ കുടിക്കണമെന്നായിരിക്കും ഉദ്ദേശിച്ചത്. I'm not a boy പറഞ്ഞല്ലേ? ഇത് നമ്മുടെ ജറാനിയത്തിന് അവിടെ കൊണ്ടുവച്ചോട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിരുന്ന പുതിയ പോട്ട്, അവിടെ പുതിയ ആളെ ഇവിടെ വന്നപ്പോൾ നമ്മൾ പഴയ ആളെ ഇങ്ങോട്ട് തട്ടിട്ടോ. പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ട്. ഈ ഒരു സ്ഥലമായിട്ട് നല്ലതായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. അതെ. ഇച്ചാനാണെ നമ്മുടെ പുല്ലൊക്കെ പറിച്ച് നല്ല അടിപൊളിയാക്കി ഇട്ടേക്കാണ്. നമ്മുടെ പുല്ല് ചെത്തിയും പിന്നെ ഇടയ്ക്കൊക്കെ പല്ല് ഇതൊക്കെ ഇച്ചാൻ പറിക്കുമല്ലോ. അതുപോലെ ഈ ചെടി എന്നാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അല്ലേ ഇച്ചായ? ഇത് എന്നാന്ന് ചോദിച്ചാൽ അറിയോ? ഇത് എന്നാന്ന്? പംകിനാണോ? അയ്യോ, നമ്മുടെ പുതിയ പെറ്റ്സിനെ കാണിച്ചു കൊടുക്കണ്ട എല്ലാവർക്കും. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പെറ്റ്സ് ഉണ്ട് കേട്ടോ, പുതിയത്. ഓ ഇച്ചാന് രാവിലെ എന്നിട്ട് എന്റെ പിള്ളേരെന്ത് ഞാൻ വിളിച്ചാ ഓടി വരും കേട്ടോ. നോക്കിക്കോണേ, വട മക്കളെ ബാ. വരുന്നുണ്ട്. എന്റെ സിഗ്നൽ ആട്ടോ ഇതോ. എല്ലാരും ഓടി വരുന്നുണ്ട്. കൊക്ക് കുറവാണല്ലോ ഓടി. കൊക്ക് ശരിയാണല്ലോ പറഞ്ഞ പോലെ. കൊക്കെല്ലാം എല്ലാവർക്കും ഉറങ്ങാൻ സമയമായിട്ടോ. കൊളക്കോഴി വരുന്നുണ്ട് കേട്ടോ. കൊക്കടെ പോയി ആരെയും കാണാനില്ല ചായ. കൊക്കവിടെ പോയി. കൊക്കുകളെല്ലാം അതുകൊണ്ട് അത് അതിന്റെ കാലം കൊണ്ട് പൊക്കിച്ചാൻ പറഞ്ഞ ശരിയാണ്. കാലിൽ ഇങ്ങനെ അമത്തി പിടിച്ചിട്ട് അത് കഴിക്കണം, മനുഷ്യന്മാര് കഴിക്കുന്ന പോലെ. സത്യട്ടോ ഞാനിപ്പോ. പക്ഷെ ഇതിന്റെ ഒരു കളറ് കണ്ടോ ചായ? ഒരു നീല പീക്കോക്കിന്റെ നിറം അല്ലേ? നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോ അത്രയും കാണത്തില്ല. ശരിക്കും ഒരു വയലറ്റ് നിറമാട്ടോ. ക്യാപ്സിക്കം ഒരെണ്ണം കിടക്കുന്ന നോക്കിയിടി. പക്ഷെ അങ്ങോട്ട് വലുതാവുന്നില്ലല്ലോ. അതുപോലെ മുളക്, ക്യാപ്സിക്കം, മുളക് ഒരു ഷിഫ്റ്റുകാരെല്ലാം ഒരുമിച്ച് അങ്ങ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടോ. എല്ലാരും ഒരുമിച്ച് പോയി. രണ്ടാമത്തെ ബാച്ച് എല്ലാവരും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഇതിന്റെ ബാക്കിലൊക്കെ ഇഷ്ടം പോലെ മുളകാകുന്നുണ്ട്. ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷികൾ പറക്കുന്നുണ്ട്. അയ്യോ അങ്ങ് ദൂരെ വരെയുണ്ട് ചായ. 1 കിലോമീറ്റർ ദൈർഘ്യം ഉണ്ടല്ലോ. സത്യം കൂടെ കാണത്തില്ലായിരിക്കും, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇങ്ങോട്ട് വരുവായിരുന്നെങ്കിൽ. തിരിയുന്നുണ്ട്. ലൈനായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ പക്ഷികളെ കാണും അല്ലേ മെർക്കുട്ട? പക്ഷി നിരീക്ഷണത്തിലാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ പ്രകൃതി ആസ്വദിക്കുന്നു. ഭയങ്കര തണുപ്പായി തുടങ്ങിയില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇരിക്കാൻ നല്ല സുഖം. നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടാന്ന് പറയുന്നല്ലേ? അയ്യോ എല്ലാരും ഒക്കെ അകത്തിരിക്കാട്ടോ, ഒത്തിരി പുറത്തൊന്നും ഇറങ്ങണ്ട. എല്ലാരും പറയുന്ന കേട്ടു ഭയങ്കര ചൂടാണ് നമ്മുടെ നാട്ടില്. എല്ലാരും നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ. വെള്ളമൊക്കെ കുടിക്കണം. അതുപോലെ വീടിന്റെ അകത്ത് തന്നെ ഇരിക്കണം. സൺസ്ക്രീൻ എടുക്കണം അല്ലേ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ ചെടിക്ക് പോയി വെള്ളം ഒഴിച്ചാൽ പണി കിട്ടും. അവിടെയല്ലേ പണ്ട് ജറാനി നിന്നിരുന്ന. ഇങ്ങനെ ഡാഡി വെള്ളം ഒഴിക്കുന്ന കണ്ടോ? വെള്ളം കണ്ടപ്പോഴത്തേക്ക് ഒരു തനി സ്വഭാവം പുറത്ത് വന്നുണ്ടോ?
അതാണ് മീരക്കുട്ടൻ. ഓ വാ കേറിപ്പോരെ. ഈ പിള്ളേർക്ക് എന്നാണോ വെള്ളം കാണുമ്പോൾ ഇത്ര ഇതല്ലേ? പിള്ളേർക്ക് ഈ ചില പട്ടികൾക്ക് പോത്തിനൊക്കെ ഇങ്ങനെയാണെന്ന് മിറക്ക് ഇതുപോലെ നമ്മൾ ഇവിടെ മാത്രം ഇച്ചിരി വെള്ളം ചില സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ കെട്ടിക്കിടക്കും കേട്ടോ. ചക്കല വെള്ളം കാണും. അത് കറക്റ്റ് സ്ഥലത്ത് പോയിരുന്ന ഈ കളി എത്തുന്നേരം. ബൈ മീറ, ഞങ്ങൾ കയറി പോണേ. ഓക്കെ ബൈ. ഇതുണ്ടോ ഈ ചെടി നിങ്ങൾ കണ്ടോ? ഇതെന്താ ചെടിയാന്ന് പറയുന്നവർക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അത് നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കമന്റ് ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, അവള് അകത്ത് കയറി ഡോർ അടച്ചടി. ഹലോ, ഞങ്ങൾ വരണ്ടേ? ഡോറടക്കല്ലേ? കണ്ടോ, ഞങ്ങൾ വന്നില്ല. ഞങ്ങൾ കേറണ്ടേ മീറ? No, we can. ഡോറ് തുറന്നാ മുറുക്കി അടച്ചുപിടിക്കാൻ. അതെ, നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിന്റെ കളർ തന്നെ മാറിയതുണ്ടോ പക്ഷേ കണ്ടോ, നല്ല ഡാർക്ക് കളറായില്ലേ, സോയ സോസിന്റെ കളറായല്ലേ. അപ്പൊ നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 മണിക്കൂർ എടുത്ത് മാരിനേറ്റ് ചെയ്തു. അത് കൂടുതൽ വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. ഒരു 3 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് സവാള ഒന്ന് വഴറ്റിയെടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ഈ ചിക്കൻ ഒന്ന് പയ്യെ ഒന്ന് ആ എണ്ണയ്ക്കകത്ത് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കും. ചിക്കനൊക്കെ മാരിനേറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ മിറക്കൂട്ടിന് നല്ല പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് മിറ പാടാവോ? പാട്. തമിഴൻ കണ്ടി പോരല്ലേ പാടിന്റെ മാവന്റെ കണ്ടേ മാറിന്റെ മാവന്റെ കണ്ടേ മാറിന്റെ മാവന്റെ കണ്ടേ അങ്കൾ മുടിയും കാരാനിൽ എന്താടും മകളെ എന്തിനും വെരി ഗുഡ് മീറ. അപ്പൊ നമ്മൾ ഇച്ചിരി ചിക്കൻ സ്റ്റോക്ക് നമ്മൾ അലിയിച്ച് വെക്കണം കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ 2 ചിക്കൻ സ്റ്റോക്ക് 2 ക്യൂബ്സ് നമ്മൾ ചൂടുവെള്ളം ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റോക്ക് ഉണ്ടാക്കി വെക്കാം കേട്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചിക്കൻ അങ്ങ് കുക്കായി വരുമ്പോൾ, അതായത് ആ സ്റ്റോക്കിലിട്ടൊന്ന് കുക്ക് ചെയ്യാനായിട്ടാണ്. ഇത് ഓപ്ഷണൽ ആട്ടോ, വെള്ളം ഒഴിച്ചാലും മതി. നമ്മുടെ അടുത്ത് ഈ ക്യൂബ്സ് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കുന്നുള്ളേ. നമ്മൾ 2 ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ടേ. അതിനകത്തോട്ട് ശകലം വെള്ളം ഇടാണേ. ചൂടുവെള്ളം കേട്ടോ. അതൊന്ന് അലുത്ത് ഒരു സ്റ്റോക്കായി വരുമ്പോഴത്തേക്കും അല്ലേ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള സംഭവങ്ങൾ റെഡിയാക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി പാൻ ചൂടാക്കി വെച്ചേക്കാണ്. അതിനകത്തേക്ക് എണ്ണ ഒഴിക്കാണേ. ഇതിനുവേണ്ടി 2 സൈഡിൽ നിന്നൊക്കെ ചെയ്തിട്ട് അതെയോ? അത് കൊള്ളാം. സവാള ഇടണോ? സവാള ഇട്ടോ. സവാള ഇട്ട് ഒന്ന് വഴറ്റി വന്നാൽ മതി കേട്ടോ. ഓ, ഇത് കനോല ഓയിലാട്ടോ നമ്മൾ ഒഴിച്ചേക്കുന്നത്. മണം മാറിയതുണ്ടോ? ഇപ്രാവശ്യം നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഞാൻ മേടിക്കാൻ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കനോല ഓയിലാട്ടോ മേടിച്ചത്. അതിന് ചെറിയൊരു മണം ഉണ്ട് കേട്ടോ അല്ലേ? വ്യത്യാസമുണ്ട് കേട്ടോ. കടുകണ്ണയുടെ ചെറിയൊരു കടുകണ്ണയുടെ മണം. സാധാരണ വെജിറ്റബിൾ ഓയിലാട്ടോ ഒഴിക്കേണ്ടത്. അതിന്റെ സ്മെല്ല് വന്നപ്പോഴാ പെട്ടെന്ന്. കുഴപ്പമില്ല, നല്ല ഹെൽത്തിയാ. കനോല ഓയിൽ ഭയങ്കര ഹെൽത്തിയാന്ന് പറയുന്നത്. നമ്മുടെ ഈ അണിയൻ ഒന്ന് നന്നായിട്ട് അല്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. തീ കൂട്ടി വെക്കുവാണ്. Your name is Mira. സവാള പയ്യെ വഴണ്ട് വന്നോണ്ടിരിക്കുക കേട്ടോ. വളരെ ജസ്റ്റ് ഒന്ന് മാറി വരുന്നത് കേട്ടോ. നമ്മൾ ഒരുപാട് വഴറ്റേണ്ട കാര്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കളർ മാറിയാൽ മതിയേ. കാരണം നമ്മൾ ചിക്കനകത്തേക്ക് വീണ്ടും ഈ സവാള ഇട്ട് കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ. നിമിഷം ആ സവാള ഒന്ന് കോരി മാറ്റുക കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണേ. ഇത് ചെറിയൊരു വാടിയ പരിവാണ് കേട്ടോ. അത്രേ ആയിട്ടുള്ളേ. നിമിഷ വറുത്തോടി, ധൈര്യമായിട്ട് വറുത്തു. ഇവ അടിക്കടിക്ക് അങ്ങ് കിട്ടും. കാരണം ചെറിയ പാത്രം അല്ലേ? നമുക്ക് ഇതിക്കുള്ളിൽ വലിയ പാത്രം ഇല്ല കേട്ടോ വറക്കാനായിട്ട്. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പാത്രം. അത് കുഴപ്പമില്ല, നമുക്ക് രണ്ട് സെക്ഷനായിട്ട് വരില്ലെന്ന് തോന്നുന്നു. തികയും തോന്നുന്നു കേട്ടോ. പൊള്ളിക്കാം നമുക്ക്.
അങ്ങനെ കാര്യമായിട്ട് ഫ്രൈയും ചെയ്യണ്ട കേട്ടോ, ഒന്ന് വെന്ത് വന്നാൽ മതിയേ. എൻ്റെ ദൂരെ സോസാന്ന് നോക്കി, നല്ല കറുത്ത സോസ് ഉണ്ടോ, മണം തന്നെ ഒരു പ്രത്യേക മണം, നല്ല മണം അല്ലേ, സൂപ്പർ മണം അല്ലേ. റൈസ് വൈൻ വിനേഗറിൻ്റെ ഒക്കെ നല്ല മണമുണ്ട് കേട്ടോ. ഇനി ഇവനെ ഒന്നൊരു 2 മിനിറ്റ് തീ കൂട്ടി വെച്ചായാലും ഒന്ന് കളർ മാറ്റണം കേട്ടോ, ഒന്ന് മൊരിച്ചെടുക്കണം. ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മറിച്ചിട്ടിട്ട് അടുത്ത സൈഡ് ഒരു 1-2 മിനിറ്റ് മൊരിച്ചെടുക്കണം. പിന്നെ നമുക്ക് നമ്മുടെ ബാക്കി പരിപാടി തുടങ്ങാം അല്ലേ. ഇവിടെ സ്ലൈം മേടിച്ചു കൊടുത്തത് പണിയായെന്ന് ചെറിയൊരു സംശയം ഉണ്ട് കേട്ടോ. അതല്ല, പച്ച അതുകൂടെ മിക്സ് ചെയ്ത് വരുത്തി, അതാണ്. ആണോ? അതാണ് ഇങ്ങനെ ആക്കി ഒരുമിച്ചാക്കി. കുളം ആവില്ലാത്ത സാധനം കേട്ടോ, പക്ഷെ അത് നമ്മുടെ മീർക്കൊട്ട കുളം ആക്കിയിരിക്കും അല്ലേ നിമിഷാ? ഏത് കുളമാക്കാത്ത സാധനം. അതെ. നമ്മുടെ ചിക്കനൊക്കെ ചെറുതായിട്ട് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡ് അല്ലേ, കളർ മാറിയതുണ്ടോ? കണ്ടോ, നല്ല ഗോൾഡൻ കളറായതുണ്ടോ. അവൻ ഇനി അപ്പുറത്തെ സൈഡ് നമ്മൾ ഇതുപോലെ ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിമിഷം എന്നിട്ട് വെന്തിന് ചിക്കൻ വെന്ത് വെന്തില്ല കേട്ടോ, പകുതി കൂടുതൽ വെന്ത് കേട്ടോ, പകുതി കൂടുതൽ ആയിട്ടുണ്ട്. നമുക്ക് ഇത് മതി കേട്ടോ, ഇത് കറക്റ്റ് 2 സൈഡും കളർ നന്നായിട്ട് മാറിയിട്ടുണ്ടേ. നമ്മുടെ മാറ്റി വെച്ച സംഭവങ്ങളെല്ലാം എല്ലാം കൂടെ ഞാൻ ഈ സവാള ഇതിനകത്ത് ഇടുവാണേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സവാള നമ്മള് എന്താ പറയാ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി ആഡ് ചെയ്ത എണ്ണ മാത്രമേ ഉള്ളേ, വേറെ എക്സ്ട്രാ എണ്ണ ഇല്ല. വേറെ എണ്ണ നമ്മൾ എണ്ണ മാക്സിമം കുറച്ച് ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ. ഈ ഇപ്പൊ ഇതിനകത്ത് കിടക്കുന്ന എണ്ണ പോലെ തോന്നുന്നല്ലേ നമ്മുടെ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ ആ സ്കിന്ന് ഉരുക്കിയ എണ്ണാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി ചിക്കൻ സ്റ്റോക്ക് ആണ് കേട്ടോ. പകുതി ഒഴിച്ചാൽ മതി. നമ്മൾ നേരത്തെ സോസ് കൂടെ ഒഴിക്കുക കേട്ടോ. അടിപൊളി. ഒരു 10 മിനിറ്റ് അടച്ച് വേവിക്കാം അല്ലേ, 15 മിനിറ്റ് അല്ലേ. വലിയ പീസ് ആണെങ്കിൽ ഒരു 15-20 മിനിറ്റ് വേവിക്കണം കേട്ടോ. ഇതിപ്പോ നമ്മുടെ ചിക്കൻ്റെ ഓൾറെഡി പകുതി കൂടുതലായി, അതുകൊണ്ട് 10 മിനിറ്റ് നമുക്കൊന്ന് തിള വന്നതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അല്ലേ. നിമിഷം നമ്മുടെ അതിൻ്റെ അകത്തിരുന്ന ആ ഗാർലിക് എല്ലാം കൂടെ വടിച്ചു കേട്ടോ, അതിനൊക്കെയാണ് ടേസ്റ്റ് കേട്ടോ. അതുകൊണ്ട് ഒന്ന് വടിച്ചിട്ട് ഇനി നമ്മൾ തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. തിള വന്നു കഴിയുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. തിള അതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ, തിളച്ചു തുടങ്ങി കേട്ടോ. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചാലോ. ഓക്കെ. നമ്മുടെ സാധനം ചെറുതായിട്ടൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തു. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞു. അയ്യവ സാധനം വെന്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഈ ചാറ് നന്നായിട്ടൊന്ന് വറ്റണം കേട്ടോ, വറ്റിച്ചെടുക്കണം. തീ വേണേ ഇച്ചിരി കുറച്ച് വെക്കാം അല്ലേ, തീ കുറച്ച് വെക്കുവാണേ. ഇനി ഇത് നമ്മുടെ ഈ സോസ് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിന് ഇത്രയും സോസ് ഇല്ല കേട്ടോ. ഈ സോസ് ഒന്ന് ഓൾറെഡി ഇപ്പം പകുതി സോസ് ആയല്ലേ, നമ്മളൊന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് തുറന്നു വെച്ച് പിന്നെ അങ്ങ് വറ്റിച്ചെടുക്കാം അല്ലേ വിശാ. നമ്മുടെ ഗ്രേവി ഒക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ പരുവത്തിലായി. ഇതുണ്ടോ ഈ കാണുന്ന എണ്ണ, പക്ഷെ നമ്മുടെ ഈ നെയ്യ് അല്ലെ അത് എണ്ണയാണെന്ന് തോന്നും കേട്ടോ, പക്ഷെ അത് എന്താണ് നെയ്യ് ഉരുകിയതാണ് കേട്ടോ. അതെ അതെ, നമ്മുടെ ആ സ്കിൻ, നമ്മള് സ്കിൻ ഓൺ ആയിരുന്നു നമ്മുടെ ചിക്കൻ, അതിനകത്ത് ഒഴുകി, അതായത് ഒഴുകി വന്നതാണ് കേട്ടോ. ഇത് സ്കിന്നാണ്. നല്ല സൂപ്പർ മണമല്ലോ ചോദിച്ചാ. പരിപാടി കഴിഞ്ഞ കേട്ടോ. ലാസ്റ്റ് ഇതൊക്കെ ഓപ്ഷണൽ ആട്ടോ, നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞങ്ങളിവിടെ നമ്മുടെ മേടിക്കാനൊന്നും പോകണ്ട, ഇല്ലെങ്കിൽ മേടിക്കാൻ പോകണ്ട. സംഭവം ശരിക്കും ഒരു ചൈനീസ് അല്ലേ ചായ? സൂപ്പർ. ചൈനീസ് അല്ലേ, ഇത് ഫിലിപ്പീനോ അടി. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ഫിലിപ്പീനോ ചിക്കൻ അഡോബോ. അതെ, ചിക്കൻ അഡോബോ. അതെ, ചിക്കൻ അഡോബോ എങ്ങനെ ഉണ്ടെന്നത് എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ വയ്യത് ഇപ്പൊ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാലോ. പക്ഷേ കൊതിയോ എനിക്ക് ഇന്ന് വെള്ളം വരുന്നത്. അയ്യോ എനിക്ക് വിശന്ന് ഇരിക്കും കേട്ടോ. നമ്മള് ഉച്ചയ്ക്ക് കഴിച്ചാൽ പിന്നെ വൈകിട്ട് നമുക്ക് റൈസ് ഉണ്ട്, നമ്മുടെ കൂടെ കഴിക്കാനുള്ള റൈസ്, പരിപ്പുണ്ട്, വഴുതനങ്ങ ഉണ്ട്. തൽക്കാലം നമുക്ക് ഇത് കറി മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. എന്തേ നമ്മുടെ ചിക്കൻ അഡോബോ ഞങ്ങളൊരു പ്ലേറ്റിലേക്ക് മാറ്റിട്ടോ, ബൗളിലേക്ക് മാറ്റിയല്ലേ. സൂപ്പർ ചായ, സൂപ്പർ. മണം ഞങ്ങളെന്തേ നോക്കി എണ്ണയൊക്കെ പാത്രത്തിനകത്ത് തന്നെ കിടപ്പുണ്ടോ. നെയ്യ് ഉരുകിയത് അത് നമുക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി കേട്ടോ. നമ്മുടെ വൈകുന്നേരം പോകേണ്ടതാണ്, പക്ഷേ നമ്മളത് എടുത്തില്ല. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ കേട്ടോ. ഇതേ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകാൻ കേട്ടോ. നിമിഷയുടെ മനസ്സ് കിടന്ന് പിടയ്ക്കുന്നത് എനിക്ക് കേൾക്കാം. കേൾക്കാൻ വെച്ചാൽ എന്റെ ഹൃദയം കൊതി വരുന്നത്
ഞാനിത് കഴിച്ച് തീർത്തിട്ട് നിമിഷം കഴിക്കാൻ റെഡി ആയിട്ടിരിക്കും കേട്ടോ. കഴിക്കട്ടെ? എനിക്ക് കൊള്ളാടി. നല്ല ടേസ്റ്റല്ലേ, കണ്ടാലേ അറിയാച്ചാ കൊള്ളാവുന്നു. എന്ത് ജ്യൂസ് അറിയോ? അതാ ഞാൻ പറഞ്ഞേ, ഡ്രൈ ആയിട്ടില്ലല്ലോ, കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷേ ഇത് കരിയല്ല കേട്ടോ, നല്ല ജ്യൂസി ആയിട്ടായിരിക്കും. നമ്മുടെ സോസ് കാണിച്ചാൽ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു പുളിയും ഒരു എരിവും ഒരു മധുരവും അല്ലെ, ചെറിയൊരു എരിവും. സൂപ്പർ. നിങ്ങൾ കുറച്ച് സോയ സോസ് ഒന്നും വീട്ടിലില്ലാത്തവരാണെങ്കിൽ ഒന്ന് മേടിച്ച് നോക്കിയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. തൈ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ, അപ്പൊ ഇത് സൂപ്പർ ആയിരിക്കും അല്ലേ, ശരിക്കും വർത്താണ് കേട്ടോ. സോയ സോസ് ഒക്കെ ഒന്ന് മേടിച്ച് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. വിനാഗിരി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഒഴിക്കാം കേട്ടോ. പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിക്കാം അല്ലേ. പാത്രം ഞാൻ നിമിഷയ്ക്ക് കൈമാറിയിരിക്കുന്നു. നിമിഷ ഇതെനിക്ക് മിറായിക്കൊക്കെ കഴിക്കാം കേട്ടോ. കഴിക്കുന്നോ? പൊളിയാ, വിചാരിച്ചതിനേക്കാളും സൂപ്പറാട്ടോ അല്ലേ. അകത്ത് നന്നായിട്ടെല്ലാം പിടിച്ചു, നല്ല ജ്യൂസി ആയില്ലേ, അതാട്ടോ നന്നായിട്ട് വെന്ത് കേട്ടോ. എല്ലാം സോൾട്ട് പോലെ നമുക്ക് തോന്നുന്നുണ്ട്, എന്നാൽ ഒരു പുളിപ്പുണ്ട്, നല്ല മധുരമുണ്ട്. സാധനം പൊളിച്ചില്ല പക്ഷേ അടിപൊളി. കടയിൽ പോയാൽ കിടന്നില്ല ഇത്ര നല്ല സാധനം, സൂപ്പർ ഉണ്ട്, അടിപൊളി. പിന്നെ എളുപ്പം ഉണ്ടാക്കാനല്ലേ, മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ കേട്ടോ. കൊള്ളാം, സൂപ്പർ സൂപ്പർ. നിമിഷ പൊളിച്ചില്ലേ? സൂപ്പർ ആയിരുന്നു. ഞങ്ങൾ 2 കരണ്ട് കഷ്ണം കഴിച്ചില്ല, ബാക്കി രാത്രി കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ നിമിഷം കേട്ടോ. 3-4 ദിവസം ഓൾറെഡി നമ്മളെല്ലാവരും കൂടെ കഴിച്ചു കഴിഞ്ഞു. ബാക്കി ഞങ്ങൾ വെച്ചിട്ടുണ്ട്, കുറച്ചത് കഴിയുമ്പോൾ ഞങ്ങൾ കഴിക്കും കേട്ടോ ബാക്കിയുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ വീഡിയോ ചുണ്ടിലൊന്നും പറ്റിയിട്ടില്ല, അപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഈ ചാനൽ ഇത്രയും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം, കാരണം ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമ്മൾക്ക് ഒട്ടും പാടില്ല കേട്ടോ, അത് മാരിനേറ്റ് ചെയ്ത് നമ്മൾ എത്ര നേരം വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പം നിമിഷ നമുക്ക് നല്ലൊരു പാട്ട് കൂടെ പാടി നമ്മുടെ ഈ ചെറിയ വീഡിയോ ആയിരുന്നു, ആ വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ. മിണ്ടാതെ തമ്മിൽ തമ്മിലൊന്നും മിണ്ടിടാതെ, കൺപീലി തുമ്പാൽ പോലുമൊന്നും ചൊല്ലിടാതെ, മനമറിയുമിതിരുവരുമേ മഴ നനയുമിതിരുവരുമേ, ഒരു പഴയുടെ ഇരുകരയാനിനി നീയും ഞാനുമേ. മിണ്ടാതെ തമ്മിൽ തമ്മിലൊന്നും മിണ്ടിടാതെ, കൺപീലി തുമ്പാൽ പോലുമൊന്നും ചൊല്ലിടാതെ, മനമറിയുമിതിരുവരുമേ മഴ നനയുമിതിരുവരുമേ, ഒരു പുഴയുടെ ഇരുകരയായി നീയും ഞാനുമേ. സൂപ്പർ പാട്ടാ കേട്ടോ. എടി ഇതിൽ ആക്ട് ചെയ്ത ആക്ട്രസ് നിന്റെ റിലേറ്റീവ്? അതെ അതെ, എന്റെ ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ് മെറിൻ ഫിലിപ്പ് അല്ലേ. ഞാൻ പെട്ടെന്ന് കോര എന്ന് പറഞ്ഞ ഒരു മൂവിയിലെ സോങ് ആണ്. സൂപ്പർ ആക്ട്രസ് കേട്ടോ. നല്ല ഹിറ്റ് പടമാണെന്ന് തോന്നുന്നു. അത്യാവശ്യം പാട്ട് അങ്ങനെ അധികം ഒന്നും ഇല്ല, പക്ഷെ നല്ലൊരു പാട്ടാണ്, ഒരു സൂപ്പർ സോങ് ആണ്. അതെ തീർച്ചയായിട്ടും. അപ്പം ഇത് നിമിഷ സൂപ്പർ ഒരു പാട്ട് പാടി, നമ്മൾ അഡോബ് ചിക്കൻ ഉണ്ടാക്കി. വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ മേടിച്ച് കണ്ടല്ലോ അല്ലേ. പുതിയ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ പറയണം കേട്ടോ, ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയണം അല്ലേ നിമിഷ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കൂടെ പയ്യങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം കേട്ടോ. അടുത്ത ദിവസം ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവർക്കും നിമിഷ ബൈ ബൈ എന്ന് പറ. ബൈ. ചിപ്സ് കഴിക്കണ എൻ്റെ തിരക്കിലാണ്.